പറഞ്ഞത് അദ്ദേഹത്തിന്റെ വീക്ഷണമാണ്. ഞങ്ങൾക്ക് കോൺഗ്രസിനകത്തുള്ള കാര്യങ്ങൾ പറയാൻ പറ്റില്ല. കോൺഗ്രസിന്റെ അകത്തുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ ഒരു കോമൺ ആയിട്ടൊരു കാര്യം പറയാമല്ലോ, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം. അത് കോൺഗ്രസ് അല്ല, ആരായാലും ഘടകകക്ഷികൾ ആരൊക്കെ ആയാലും എല്ലാവരും പ്രശ്നം പരിഹരിച്ച് ഒന്നിച്ചു. ആദ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടണം. അത് കഴിഞ്ഞ് പിന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും നമ്മൾ ഇപ്പം അണികൾ സജ്ജമാണ്. അണികൾ ഈ ഗവൺമെന്റിന് എങ്ങനെയെങ്കിലും, അണികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അണികൾ മാത്രമല്ല, മൊത്തം ജനസമൂഹം ഈ ഗവൺമെന്റിന്റെ വലിയൊരു വികാരത്തിലാണ്. ഈ പറയുന്ന ഈ ഇതുണ്ടല്ലോ, ഷോ വർക്കുകളിലൊന്നും ആളുകൾ വിശ്വസിക്കുന്നില്ല. കാരണം അവരനുഭവിക്കുന്നതല്ലേ യഥാർത്ഥത്തിൽ അവരുടെ തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ടിലൂടെ പ്രതിഫലിപ്പിക്കുകയുള്ളൂ. നമുക്ക് PR വർക്ക് വല്ലതും ചെയ്യാൻ, ആരെ കൊണ്ട് വേണമെങ്കിലും ഒരു ഭയങ്കര ഗവൺമെന്റാന്ന് പറയിക്കാൻ. പക്ഷെ എന്താണ് ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പരിശോധിക്കും. എത്ര വ്യവസായ സ്ഥാപനങ്ങളാണ്. ഞാൻ ഒരൊറ്റ കാര്യം പറയാം. നിങ്ങൾ കട്ടിപ്പാറയിലൊന്നും, കട്ടിപ്പാറയിൽ ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന് വേണ്ടി ഭൂമി എടുത്തിട്ടില്ല. ഞാൻ നിയമസഭയിൽ ഏകദേശം 6 തവണ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വ്യവസായ മന്ത്രി വന്നപ്പോൾ ഞാൻ വ്യവസായ മന്ത്രിയോട് പറഞ്ഞു. അപ്പൊ എന്താണ് അതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അകത്ത് കുറച്ച് റോഡുകൾ ഇന്റേണൽ റോഡ്സ് ഉണ്ടാക്കണം. ആ ഇന്റേണൽ റോഡ്സ് ഉണ്ടാക്കാത്തതിന്റെ പേരിൽ ഇത് മുറിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. അവിടെ വ്യവസായികൾ വന്നിട്ട് സംരംഭം തുടങ്ങാൻ കാത്തു നിൽക്കുകയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് IT AI അനുബന്ധമായിട്ടുള്ള വ്യവസായങ്ങൾ തുടങ്ങാൻ വരെ ആളുകൾ തയ്യാറായി നിൽക്കുകയാണ്. ഇത് പല ഘട്ടങ്ങളിലും പറഞ്ഞു. നിയമസഭയിൽ തന്നെ നിങ്ങൾ രേഖപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പരിശോധിക്കണം. അതിന് വീണ്ടും ഞാൻ ഇപ്രാവശ്യം ബഡ്ജറ്റിൽ എഴുതിയിട്ടുണ്ട്, ഈ ഉള്ളിലുള്ള റോഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അപ്പൊ ഇവര് പറഞ്ഞിട്ട് ഉടൻ തന്നെ വരാൻ പോകുന്നു. എത്രയാ വെച്ചതെന്ന് അറിയാനായിട്ട് റോഡുണ്ടാക്കാൻ 100 രൂപ. ഞാൻ പറയുന്ന ആ 100 രൂപ ഞാൻ ഗവൺമെന്റിന് കൊടുത്തു. ഞാൻ MLA ഫണ്ടെന്ന് വേണമെങ്കിൽ റോഡുണ്ടാക്കി കൊടുക്കും. എന്നാലെങ്കിലും നിങ്ങളൊരു 10 വ്യവസായമൊക്കെ കൊണ്ടുവരും. നിങ്ങൾ ഈ സമ്മിറ്റിൽ നിന്നുകൊണ്ട് ഇങ്ങനെ വാചകം ഒന്ന് കട്ടിപ്പാറയിലേക്ക് വരാൻ പറയും.